എവരിവൺ വെൽക്കം. ആഫ്റ്റർ എ ലോങ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ബാക്ക് ടു റൂട്ടീൻ എന്ന് പറയും പോലെ എക്സാമൊക്കെ ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് മെയിനായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നത് റൂം ക്ലീനിങ് ആണ്. എക്സാം കഴിയട്ടെ എന്ന് വെച്ച് കാത്തു നിന്നതായിരുന്നു. അപ്പോൾ ഈയിടായിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസം വീട്ടിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ റൂമൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഫുഡ് ഹാബിറ്റും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ബാക്ക് ടു റൂട്ടീനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. എൻ്റെ റൂമിൻ്റെ വാലിൽ ഒരുപാട് ഫോട്ടോസും പിക്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെയിൻറ്റിങ്സ് ഞാൻ ചെയ്ത് തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു മാറ്റാമെന്ന് വിചാരിച്ചു. ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് പെയിൻറ്റിങ്സ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇതൊക്കെ ഒരുപാട് മുന്നേ വരച്ച പിക്ചേഴ്സാണ് കേട്ടോ. ഏകദേശം ഒരു 3-4 കൊല്ലം മുന്നേ ഒക്കെ വരച്ചിട്ടുണ്ടായിരിക്കും. അന്ന് മുതലേ ഞാൻ ഇത് വാളിൽ കീപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുമായിരുന്നു. ഓരോ ടൈമിൽ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറ്റി കൊണ്ടേയിരിക്കും. ഞാനൊരു +2 കഴിഞ്ഞ വെക്കേഷൻ ടൈമിലെങ്ങാനോ അന്ന് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ വരച്ചിട്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നിയത് മാറ്റേണ്ട, അവിടെ തന്നെ ഇരുന്നോട്ടെ, ഒരു മെമ്മറീസായി കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. പിന്നെ അത്യാവശ്യം ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടെടുത്തു. ഞാൻ റൂം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഓരോ ചേഞ്ചസ് ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഓരോ കോർണർ ചേഞ്ച് ചെയ്യും, ഓരോ ഡെക്കറേഷൻസ് ചേഞ്ച് ചെയ്യും, ചിലപ്പോൾ ഒന്നും ഇല്ലാണ്ട് വെക്കും. അങ്ങനെയൊക്കെ ഓരോ ക്ലീനിങ്ങിലും ഓരോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ എൻ്റെ റൂമിൽ അത്യാവശ്യം ഓവർ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഒന്ന് മിനിമലായിട്ട് കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇനി അടുത്ത റൂം ക്ലീനിങ്ങിൽ ഒന്ന് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ആഡ് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ എന്തായാലും മിനിമലായിട്ട് തന്നെ കീപ്പ് ചെയ്യാണ്. ഇപ്പോൾ റൂമിൽ ആ ഒരു ചെറിയ പെയിൻറ്റിങ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ആഡ് ഓൺ ആയിട്ടില്ല. പിന്നെ എൻ്റെ റൂമിലുള്ള വൈറ്റ് ടേബിൾ ഞാൻ പിൻട്രസ്റ്റ് അല്ലെങ്കിൽ എസ്തെറ്റിക് വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ട്രെൻഡിങ് ആയ സമയത്ത് മേടിച്ചതായിരുന്നു. ഇപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇത് വെച്ചിട്ട് തന്നെ കേട്ടോ നടക്കുന്നത്. ക്ലാസ് എടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഡെയിലി മെയിൻ്റനൻസ് ആവശ്യമുള്ള ഒരു സംഭവമാണ് എൻ്റെ ഈ റൂമിലെ ഒരു വൈറ്റ് പെയിൻറ്റിൻ്റെ മഷിയാണെങ്കിലും പെൻസിലിൻ്റെ സ്റ്റെയിൻ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് അതിലാവും. അതുകൊണ്ട് തന്നെ തുടച്ചെടുത്താൽ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നും ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ, അതും പിന്നെ പോളറോയിഡ്സും ഒക്കെ ആയിട്ട് ഇപ്രാവശ്യം ഞാനത് എടുത്തു വെക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ കുറച്ച് ജേർണൽസും നോട്ട്ബുക്സും ഒക്കെ. അത് ഏതാണ് വേണ്ടാത്ത, ഏതൊക്കെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ ഉള്ളതായിട്ട് തരം തിരിക്കുകയാണ്. എനിക്കെപ്പോഴും ഫീൽ ആവുന്ന ഒരു കാര്യമാണ് നമ്മളെ റൂം, നമ്മളെ ചുറ്റും നമ്മൾ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റ് എത്രത്തോളം ക്ലീൻ ആയിട്ടിരിക്കുന്നോ അത്രത്തോളം ക്ലീൻ ആൻഡ് റിലാക്സ് ആയിരിക്കും നമ്മളെ മൈൻഡും ഉണ്ടാവുക. അതല്ല, എത്രത്തോളം മെസ്സി ആയിട്ടിരിക്കുന്നോ നമ്മളെ മൈൻഡും അതിനനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. നമ്മളിപ്പോൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഫ്രഷ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ചുറ്റുപാടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ മൊത്തം അങ്ങനെ ആയിരിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡേ മൊത്തം എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത്യാവശ്യം റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കുടിക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുക്കുംബറും വെള്ളവും ആഡ് ചെയ്തിട്ട് കുടിക്കുമല്ലോ, അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ജസ്റ്റ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ചിയ സീഡ്സും ആഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ കുക്കുംബർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഈ ഡ്രിങ്ക് അത്യാവശ്യം നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, സ്കിന്നിനാണെങ്കിലും ബോഡിക്കാണെങ്കിലും. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട് കേട്ടോ. എനിക്കെന്തോ അത് ഭയങ്കര ഇഷ്ടമാണ്. ബാക്ക് ടു റൂം ബുക്കും കാര്യങ്ങളൊക്കെ അടുക്ക് പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒരുപാട് ജേർണൽസ് ബുക്ക് കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഓരോ തവണ ഷോപ്പിൽ പോകുമ്പോഴും ക്യൂട്ടായിട്ട് തോന്നുന്നത് എന്തോ അത് വാങ്ങി വെക്കും. പക്ഷേ ഇതുവരെ പ്രോപ്പറായിട്ട് അത് ജേർണലിങ് ചെയ്യാനോ അതിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനോ ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ ജങ്ക് ജേർണൽ ചെയ്യാനാണെങ്കിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അടുത്ത റൂം ക്ലീനിങ് ആകുമ്പോൾ അതൊക്കെ എടുത്ത് ഒഴിവാക്കും. പിന്നെ ഇതന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. റൂം ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ഇനി അടുത്തായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. ഈയിടെയായിട്ട് ഞാനൊരു 10 kg വെയിറ്റ് ഗെയിൻ ചെയ്തു. എന്താണെന്നറിയില്ല, റൂമിൽ തന്നെ ഇരിക്കുക, വീട്ടിൽ തന്നെ ഇരുന്നിട്ടുള്ള സ്റ്റഡിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 10 kg ആണ് കൂടിയിട്ടുള്ളത്. അത് കുറച്ച് കൊണ്ടുവരണമെന്നുണ്ട്. ബാക്ക് ടു മൈ ഹെൽത്തി ബോഡിയിലേക്ക് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫില്ലിംഗ് ആയിട്ട് വെജീസും ചിക്കനും വെച്ചിട്ടുള്ള റോളാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത്. ഈയിടെയായിട്ട് ഒരുപാട് ഫുഡ് ഹാബിറ്റ് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് വെയിറ്റ് ഗെയിൻ സംഭവിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ അതൊക്കെ റെഡിയാക്കി ബാക്ക് ടു റൂട്ടീനിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു റോളിൽ മയോ ആയിട്ട് എടുത്തിട്ടുള്ള എഗ്ഗും പിന്നെ യോഗട്ടും വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സോസാണ് കേട്ടോ. ഇത് റീൽസിലൊക്കെ എപ്പോഴും കാണാറുണ്ട്, വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് റോളിലാണെങ്കിലും സാലഡ്സിലാണെങ്കിലും യൂസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് അത്യാവശ്യം ഹെൽത്തിയുമാണ്.
പിന്നെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ വൈകിട്ട് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഗാർഡനിങ്ങിലേക്ക് ഇറങ്ങി. ഇതുപോലെ തൈകളാണ് കേട്ടോ കൂടുതലും വീട്ടിലുള്ള. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.